സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. ആകപ്പാട് ഭരണമുള്ള പഞ്ചാബിൽ സംഗതി പിടിവിട്ട അവസ്ഥയിലാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. പാർട്ടിയുടെ 7 രാജ്യസഭാ എംപിമാരാണ് ഒറ്റയടിക്ക് BJPയിലേക്ക് ചാടിയത്. എല്ലാവരും ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിച്ചു നിന്നപ്പോഴാണ് ഡൽഹി കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു താമര വിരിയൽ ഉണ്ടായത്. അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ബംഗാളിൽ റാലികളും സമ്മേളനങ്ങളും നടത്തിക്കൊണ്ടിരുന്നപ്പോൾ BJPയുടെ മൂന്നാംകിട നേതാക്കളാണത്രേ ഷായുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഡൽഹിയിൽ ചരടുകൾ വലിച്ചത്. ആപ്പിന്റെ ഓമനപുത്രൻ രാഘവ് ചദ്ദയാണ് ഓട്ടത്തിന്റെ മുന്നിലുള്ളതും അത് പ്രഖ്യാപിച്ചതും. പാർട്ടി ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെയാണ് അദ്ദേഹം BJPയിലേക്ക് യാത്രയായത്. പഞ്ചാബിലെ ആപ്പിന്റെ വിജയശില്പിയും തന്ത്രങ്ങളുടെ രാജാവുമായി അറിയപ്പെടുന്ന സന്ദീപ് പത്തക്കാണ് മറ്റൊരാൾ. പിന്നെ സ്വന്തം കാര്യം പറഞ്ഞ് പാർട്ടിയുമായി നേരത്തെ തന്നെ അടി തുടങ്ങിയ സ്വാതി മലിവൽ, മുൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്, ED റെയ്ഡ് നടത്തിയ രാജ്യസഭയിൽ ആപ്പിന്റെ ഉപനേതാവായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട അശോക് മിത്തൽ, രജീന്ദർ ഗുപ്ത, വിക്രം സാഹ്നി തുടങ്ങിയവരാണ് രാജിവെച്ച പ്രമുഖർ. വിക്രം സാഹ്നി നേരത്തെ തന്നെ മോദിയെ പ്രകീർത്തിച്ച് വാർത്തകളിൽ നിറഞ്ഞ ആളാണ്. രാമക്ഷേത്രം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്നും അതിനായി തനിക്കാവുന്നതെല്ലാം ചെയ്യുമെന്നും പറഞ്ഞ ആളായിരുന്നു ഹർഭജൻ സിംഗ്. വലിയ കച്ചവടക്കാരനായ രജീന്ദർ ഗുപ്തയ്ക്ക് അശോക് മിത്തലിന്റെ അവസ്ഥ വരുമോ എന്നൊരു ഭയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാവും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിനെ ആപ്പ് എതിർത്തിട്ടും ഗുപ്ത പരസ്യമായി പിന്തുണച്ചത്. രാഘവ് ചദ്ദ കളം മാറി ചവിട്ടുമെന്ന തോന്നലുണ്ടായപ്പോൾ അദ്ദേഹത്തെ രാജ്യസഭാ നേതാവ് എന്ന പദവിയിൽ നിന്നും മാറ്റി ആപ്പ് മിത്തലിനെ നേതാവാക്കിയിരുന്നു. ആ മിത്തലും ആപ്പിനെ ചതിച്ചു. ഇത്രയും പേർ BJPയിൽ ചേരുന്നതോടെ പഞ്ചാബിൽ മാത്രമല്ല ഡൽഹിയിലും ആപ്പിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. രാഘവ് ചദ്ദയുടെയും സ്വാതി മലിവാലിന്റെയും ഇറങ്ങിപ്പോക്ക് ആപ്പിനെ ക്ഷീണിപ്പിക്കുമെന്നും ഇവർ കണക്കുകൂട്ടുന്നു. പക്ഷേ ഇവരുടെ പാർട്ടി വിടലൊന്നും ആപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് പാർട്ടി നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. ഈ നേതാക്കളൊന്നും യാതൊരു ജനപിന്തുണയും ഇല്ലാത്തവരാണ് എന്നാണ് ആപ്പിന്റെ വാദം. തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കൊടുത്താൽ ഇവരാരും ജയിക്കാൻ പോകുന്നില്ല, ഒരു വില്ലേജിലും ഇവരെ കയറ്റാൻ പോലും പോകുന്നില്ല എന്നാണ് ആപ്പിന്റെ നേതാവും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ഭഗവന്ത് മാൻ പറയുന്നത്. കുറച്ചു കാലമായി രാഘവ് ചദ്ദയായിരുന്നു സോഷ്യൽ മീഡിയയിലെ താരം. ആപ്പ് നേതാവായ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇൻസ്റ്റാഗ്രാമിലും മറ്റും നിറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചാട്ടമാണ് വാർത്തകളിൽ നിറയുന്നത് എങ്കിലും സന്ദീപ് പതക്കിന്റെ പോക്കിലായിരിക്കും ആപ്പുകാർ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും ബേജാറാവുന്നതും. പഞ്ചാബ് തിരഞ്ഞെടുപ്പിൽ ആപ്പിന്റെ വിജയത്തിന് ഉത്തരവാദികളായി പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കാമെങ്കിലും ആപ്പിന്റെ നേതാക്കൾക്കറിയാം, നിശബ്ദമായി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച പതക്കായിരുന്നു അവിടുത്തെ വിജയത്തിന്റെ ശില്പി എന്ന്. അരവിന്ദ് കെജ്രിവാളിന്റെ ചാണക്യൻ എന്നാണ് ഇദ്ദേഹം അവർക്കിടയിൽ അറിയപ്പെടുന്നത് തന്നെ. ചിലർ അദ്ദേഹത്തെ ആപ്പിന്റെ അമിത്ഷാ എന്നും വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പോക്ക് പഞ്ചാബിലെ കാര്യങ്ങൾ കുറച്ച് കട്ടിയാക്കുമെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. രാഘവ് ചദ്ദ സംഗതി കെജ്രിവാളിന് ഇഷ്ടക്കാരനും മറ്റുമായിരുന്നുവെങ്കിലും കെജ്രിവാളും കൂട്ടരും ജയിലിലായപ്പോൾ ഇദ്ദേഹത്തെ എവിടെയും കാണാനുണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ED റെയ്ഡോടെ ഭയപ്പെട്ടു പോയ അശോക് മിത്തലിനെ പോലെ ആരാണ് ജയിലിനെയും തടവിനെയും പേടിക്കാത്തത്? പാർട്ടിയുടെ ആദർശങ്ങളെക്കാൾ കൂടുതൽ പാർട്ടി നേതാവിനെ അംഗീകരിക്കുക എന്നതാണ് ആപ്പിലെ നേട്ടങ്ങൾക്കുള്ള വഴി എന്നൊരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞു കേൾക്കാറുള്ളതാണ്. അത്തരത്തിൽ ഉയർന്നു വന്ന ഒരാളാണ് ഇപ്പോൾ മറുകണ്ഠം ചാടിയ സ്വാതി മലിവാൽ. ചെറുപ്രായത്തിലെ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായ ആൾ. പല സീനിയർ നേതാക്കളും കഴിവുള്ളവരും പാർട്ടിയിൽ ഉണ്ടായപ്പോഴായിരുന്നു ഇവർക്ക് സ്ഥാനം കൊടുത്തത്. പാർട്ടി നേതാവിനോടുള്ള കൂറ് മാത്രമായിരുന്നു അത്രയും മാനദണ്ഡം. പക്ഷെ BJPയുമായി നേരത്തെ തന്നെ ചർച്ചകൾക്ക് തുടക്കമിട്ടത് ഇവരായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ കാരണമാണ് ആളുകൾ പാർട്ടി വിടുന്നത് എന്നാണ് ഇവരിപ്പോൾ ആരോപിക്കുന്നത്. 2 രൂപയുടെ പേനയും വില കുറഞ്ഞ വസ്ത്രങ്ങളും ധരിച്ചിരുന്ന ഒരു കെജ്രിവാൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൻ പണക്കാരനായി അദ്ദേഹം മാറി, മലിവൽ ആരോപിക്കുന്നു. പഞ്ചാബ് ഭരിക്കുന്നത് ഭഗവന്ത് മാനൊന്നും അല്ലെന്നും കെജ്രിവാളിന്റെ റിമോട്ട് ഭരണമാണ് അവിടെ നടക്കുന്നത് എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. 2027 ഫെബ്രുവരിയിൽ പഞ്ചാബ് തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. കൂടെ ഉത്തർപ്രദേശും ഉണ്ടാകും. അതിനിടയ്ക്ക് ഗുജറാത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നു. അതിനിടയിലാണ് പഞ്ചാബ് നിയമസഭയിൽ വെറും 2 അംഗങ്ങളുള്ള BJPക്ക് രാജ്യസഭയിൽ ഒറ്റയടിക്ക് 7 അംഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 4 പേർ പഞ്ചാബിൽ നിന്നാണ് താനും. ഹർഭജനും സാഹ്നിയും മിത്തലും പതക്കും. ആപ്പിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി എങ്ങനെയൊക്കെ ഇവിടങ്ങളിൽ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയണം. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ബംഗാളിലേക്ക് ഒരു യാത്ര തങ്ങൾ നേടും എന്ന് തന്നെയാണ് BJP പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹനുമാൻ ചാലിസയും കൊലവിളിയും ജയ് ശ്രീരാമും ആയിരുന്നു അന്തരീക്ഷത്തിൽ നിറയെ. ഇപ്പോൾ സാധാ ജനക്കൂട്ടത്തിന്റെ ആക്രമണവാസനയിൽ നിന്നും നേതാക്കളുടെ വർഗീയ പ്രഭാഷണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. ഹിന്ദുത്വം എന്നൊരൊറ്റ പ്രചാരണം കൊണ്ട് ബംഗാളിനെ കീഴടക്കാൻ കഴിയില്ല എന്നതുകൊണ്ട്
കുറച്ചൊന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട് ഇത്തവണ BJP. അവിടെ ജയ് ശ്രീരാമനൊപ്പം ജയ് കാളിയും ജയ് മാ ദുർഗയും ഒക്കെ BJP റാലികളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ബംഗാളിലും ഇത്തവണ ജംഗിൾ രാജ് എന്നുള്ള മോചനം എന്ന പ്രചാരണമാണ് മോദി പുറത്തെടുത്തത്. ബംഗാളിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, തൊഴിൽ, നിയമവ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ ഇതൊക്കെയും BJPയുടെ പ്രചാരണങ്ങളിൽ കേൾക്കുകയുണ്ടായി. സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും സുരക്ഷയും മമതയ്ക്ക് കീഴിൽ നടക്കില്ല എന്നാണ് BJPയുടെ വാദം. RG കർ ആശുപത്രിയിലെ കൊലപാതകത്തിന് ശേഷം പെൺകുട്ടികൾ രാത്രിയിൽ പുറത്തിറങ്ങുന്നതിനെതിരെ മമത പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് BJP നേതാക്കൾ പ്രചാരണം നടത്തുന്നത്. ആ പെൺകുട്ടിയുടെ മാതാവ് രത്ന ദേബ്നാഥ് BJPയുടെ റാലികളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു എന്നതും BJPയുടെ തന്ത്രമാറ്റത്തിന്റെ ഭാഗമായിരുന്നു. ഒപ്പം ഗൂർഖകളെയും ആദിവാസികളെയും ചാക്കിലാക്കാനുള്ള തന്ത്രങ്ങളും BJP വയറ്റിയിരുന്നു. എന്നാലും തങ്ങളുടെ സ്വന്തം ശൈലി വിടാൻ BJPക്ക് കഴിയില്ലല്ലോ. ബംഗാളിൽ നിന്നുള്ള ആദിത്യനാഥിന്റെ സാമ്പിൾ ഡോസുകളാണ് ഇനി കാണുക, കേൾക്കുക. बंगाल की धरती को हमें काबा की धरती नहीं बनने देना है। बंगाल की धरती तो काली की धरती रहेगी, मां काली की धरती, मां दुर्गा की धरती रहेगी, वंदे मातरम की धरती रहेगी और हर हर महादेव का गूंज इस धरा से लगातार चलना चाहिए। और यही आह्वान करने के लिए आज मैं आपके पास आया हूं। बंगाल में बंगला ही बंगाली ही बोली जाएगी। ये कठमुल्लापन की संस्कृति यहां नहीं चलने दी जाएगी। ममता दीदी को राम नाम से नफरत है। रामनवमी की शोभा यात्रा नहीं निकलने देती है। दुर्गा पूजा में व्यवधान पैदा करती है। ईद के अवसर पर सरेआम गौ हत्या करने की छूट देती है। बांग्लादेशी घुसपैठियों को घुसपैठ करवाती है। बांग्लादेश के अंदर निर्दोष हिंदुओं की हत्या पर मौन रहती है। ബംഗാളിന്റെ ഭൂമി കഅബയുടെ ഭൂമിയാക്കരുത്. കാളിമാതാവിന്റെയും മാ ദുർഗയുടെയും ഭൂമിയാണ് അത്. ബംഗാളിൽ മുല്ലമാരുടെ സംസ്കാരമല്ല വരേണ്ടത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലാൻ മമത സഹായിക്കുന്നു എന്ന് തുടങ്ങി പച്ചയായ വർഗീയതയാണ് പ്രചാരണങ്ങളിൽ കേട്ടത്. രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ ഒരു കുറ്റവും പറയാനില്ല. ഇന്നത്തെ ഇന്ത്യാസ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.